പുതിയ KPCC അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധികാരമേറ്റെടുത്ത ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. തലസ്ഥാനത്ത് KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ പങ്കെടുത്തുവെന്നും പ്രവർത്തകരും എത്തിയിട്ടുണ്ടെന്നും ഐക്യത്തിന്റെ കാഹളം വിളിച്ചോതുന്ന ചടങ്ങായിരുന്നു അതെന്നാണ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി അറിയിച്ചത്. ഇനിയുള്ള നാളുകളിൽ ഐക്യം പുലരേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതിക്കൊണ്ടാണ് എല്ലാ നേതാക്കളും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. എന്നാൽ ചടങ്ങിൽ നിന്ന് 7 MP-മാർ വിട്ടുനിന്നത് വലിയ വാർത്തയായിരിക്കുന്നു. മോദി വിരുദ്ധത ആഞ്ഞടിക്കുമ്പോൾ ആ കാറ്റിൽ ചക്ക വീണപ്പോൾ ചത്ത മുയലുകളായിട്ടാണ് പല MP-മാരും ഇവിടെ അറിയപ്പെടുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, അവരിൽ 7 പേർ വിട്ടുനിന്നതോടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിന്റെ സൗന്ദര്യം കുറയ്ക്കുന്നതായിരുന്നു ഈ MP-മാരുടെ അസാന്നിധ്യം എന്ന് പറയേണ്ടി വരും. ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന MP-മാർ ഭൂരിഭാഗവും A ഗ്രൂപ്പുകാർ ആണെന്നാണ് വാർത്തകളിൽ പറയുന്നത്. അതായത് കാസർഗോഡ് നിന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, കോഴിക്കോട് നിന്നുള്ള MK രാഘവൻ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, തിരുവനന്തപുരം MP ശശി തരൂർ, ചാലക്കുടിയിലെ ബന്നി ബഹനാൻ, പത്തനംതിട്ട MP ആന്റോ ആന്റണി എന്നിവരാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നവർ. ഇതിൽ VK ശ്രീകണ്ഠൻ I ഗ്രൂപ്പുകാരനും ശശി തരൂർ ഗ്രൂപ്പില്ലാത്ത നേതാവും രാജ്മോഹൻ ഉണ്ണിത്താൻ അവസരത്തിനൊത്ത് ഗ്രൂപ്പ് മാറുന്ന നേതാവുമാണ്. എന്നാൽ ബാക്കിയുള്ളവർ എല്ലാം യഥാർത്ഥ പഴയ A ഗ്രൂപ്പ് നേതാക്കന്മാരാണ്. മനസ്സിൽ ചില അസൂയകൾ മുളപൊട്ടി വന്നതിനാലാകണം ഇവർ ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ഇപ്പോൾ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണി നിലവിൽ KC വേണുഗോപാൽ ഗ്രൂപ്പുകാരനാണ്. പക്ഷെ അദ്ദേഹം വരാത്തതിന് വ്യക്തമായ കാരണമുണ്ട്. ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയമായതിനാലാണ് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാത്തത് എന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. മറ്റ് 6 MP-മാർക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. മണ്ഡലത്തിൽ ചില ചടങ്ങുകൾ മുൻപേറ്റിരുന്നു. അതുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് MP-മാർ അറിയിച്ചിരിക്കുന്നത്. കാസർകോട്ടെ ഉണ്ണിത്താനെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ലെന്നും KC വേണുഗോപാലിന്റെ ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് ഉള്ളൊരു പരാതി ഉണ്ട് എന്നും അറിയുന്നു. എന്നാൽ MK രാഘവനും ഡീൻ കുര്യാക്കോസും ബന്നി ബഹനാനും എല്ലാം ഇപ്പോഴും ആ A ഗ്രൂപ്പിൽ തന്നെ നിൽക്കുന്നവരാണ്. ലോകസഭാ മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കാൻ ഇവർക്കെല്ലാം സാധിക്കുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചടങ്ങിനെത്തിയവർക്ക് അവരുടെ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ജോലികൾ ഉള്ളതായിരുന്നു. അവർ അതൊക്കെ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് എത്തിയത് വേറെ പണിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല. മണ്ഡലത്തിലെ പൊതുപരിപാടികൾക്ക് അവധി നൽകി വേണമെങ്കിൽ ഈ MP-മാർക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിനു മുതിരാതെ MP-മാർ വിട്ടുനിന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇത് മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ അനൈക്യം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമെന്നൊരു സാമാന്യ ബോധം പോലും ഈ MP-മാർക്ക് ഇല്ലാതെ പോയത് കഷ്ടമായി പോയി. KPCC ഭാരവാഹികളെ നിയമിച്ചതിൽ മുതിർന്ന നേതാവ് KC വേണുഗോപാലിന്റെ ഇടപെടൽ കൂടുതലായി ഉണ്ടെന്നും ഈ MP-മാർക്ക് അതുമൂലം അസംതൃപ്തി ഉണ്ടെന്നും KC തനിക്ക് താല്പര്യമുള്ളവരെ മാത്രം KPCC ഭാരവാഹികളായി നിയമിച്ചുവെന്നും ഈ MP-മാരിൽ ചിലർ പരിഭവം പറഞ്ഞുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും A ഗ്രൂപ്പിനെ പൂർണ്ണമായും അവഗണിച്ചുവെന്നുമാണ് ഇപ്പോൾ മാറി നിന്നവരിൽ ചിലർ പറയുന്നത്. ഏതായാലും കാര്യമായി പണിയില്ലാത്തവരാണ് കേരളത്തിലെ ഭൂരിഭാഗം MP-മാരെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു. പുതുതായി ഒരു KPCC അധ്യക്ഷൻ ചുമതല ഏറ്റെടുക്കുന്നത് 4 വർഷത്തിന് ശേഷമാണ്. അദ്ദേഹം ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ അവസാനത്തെ വാക്ക് എന്നുള്ള നിലയിൽ കോൺഗ്രസ് MP-മാർ എല്ലാം എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് അവിടെ എത്തേണ്ടതായിരുന്നു. അതിന് തയ്യാറാകാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ഗ്രൂപ്പ് രാഷ്ട്രീയവും അഹങ്കാരവും കൊണ്ട് നേതൃത്വത്തിനെ മറന്ന A ഗ്രൂപ്പുകാർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള MP-മാർ അത് ചെയ്തത് ശരിയല്ല. വരാനിരിക്കുന്ന 2 വലിയ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ നീങ്ങേണ്ടുന്ന ഒരു സമയത്ത്
പാലം വലിക്കാൻ തയ്യാറായ പരിപാടിക്ക് മങ്ങലേൽപ്പിച്ച ഈ എംപിമാരുടെ നടപടി ശരിയായില്ലെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും വരെ പ്രവർത്തകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വെറുതെ കിട്ടുന്ന പദവി പോലെ കേരളത്തിലെ UDF എംപിമാർ എല്ലാ സുഖങ്ങളും അനുഭവിക്കുമ്പോൾ പാർട്ടി പറയുന്നത് കേൾക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ നടപടിയെടുക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. മാധ്യമങ്ങൾ വാർത്ത കൊഴുപ്പിച്ചതോടെ അകാരണമായി ഇങ്ങനെ മാറി നിന്നവരെ പരിശോധിച്ചു വരികയാണ് KPCCയുടെ പുതിയ നേതൃത്വം. നിലപാടിന്റെ കാവൽക്കാരൻ എന്ന് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ മുന്നിൽ ആദ്യമായെത്തിയ ഈ അച്ചടക്ക വീഴ്ചയിൽ വിട്ടുനിന്ന എംപിമാർക്കെതിരെ അച്ചടക്ക നടപടിയില്ലെങ്കിലും കുറ്റക്കാർക്കെതിരെ ഒരു താക്കീതെങ്കിലും നൽകുന്നത് നല്ല സന്ദേശം നൽകും എന്നുള്ളത് ഉറപ്പാണ്.